ിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ ഇ ശ്രീധരൻ്റെയും കെ പി ദേവദാസിൻ്റെയും ലോക ചരിത്രത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫ്രാൻസിലെ നവോത്ഥാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരായിട്ടുള്ള ചിന്തകന്മാരെ കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. ഫ്രാൻസ്വാ റാബ്ലെയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൈക്കൽ മോണ്ടേനെ കുറിച്ച് നോക്കാം. 1533 മുതൽ 1592 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1582 മുതൽ 36 വർഷക്കാലം കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റുകാരും മതത്തിൻ്റെ പേരിൽ നിരന്തരം കലഹത്തിലേർപ്പെട്ടു. ഫ്രാൻസിൽ മോണ്ടെയ്നാകട്ടെ ദന്തഗോപുരത്തിൽ കഥകടച്ചിരുന്ന് പ്രബന്ധങ്ങൾ പടയ്ക്കുകയും, ആത്മാർത്ഥമായ മോണ്ടെയ്ൻ പ്രബന്ധങ്ങൾ ആത്മനിഷ്ഠമാണ്, ഈ പ്രബന്ധങ്ങൾ പടച്ചുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്ത ദൗത്യം. ലാംബ്, എഡിസൺ, എമേഴ്സൺ, ബേക്കൺ എന്നിങ്ങനെ ആവിഷ്കരണത്തിലൂടെയും പ്രകൃതി അപഗ്രഹണത്തിലൂടെയും വായനക്കാരന് ജ്ഞാനോദയവും അനുഭൂതിയും ഒപ്പം പ്രദാനം ചെയ്യുകയെന്ന അത്യത്ഭുതം കാണിച്ചവരുടെ എല്ലാം ആചാര്യൻ മോണ്ടെയ്നായിരുന്നു. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള മോണ്ടെയ്ൻ പ്രബന്ധങ്ങൾ ആത്മനിഷ്ഠമാണ്. ലാംബ്, എഡിസൺ, എമേഴ്സൺ, ബേക്കൺ എന്നിങ്ങനെ ആവിഷ്കരണത്തിലൂടെയും പ്രകൃതി അപഗ്രഹണത്തിലൂടെയും വായനക്കാരൻ്റെ ജ്ഞാനോദയവും അനുഭൂതിയും ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ ദൗത്യം. വേദന, മരണം എന്നിവയെ എങ്ങനെ നേരിടണമെന്ന് മോണ്ടെയ്ൻ പ്രബന്ധങ്ങളുടെ തത്വചിന്ത ഉപദേശിക്കുന്നുണ്ട്. തത്വചിന്ത നല്ല വിദ്യാഭ്യാസത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ദേശാടനവും ചരിത്രപഠനവും വിദ്യാഭ്യാസത്തിന് പ്രധാനമാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. മനുഷ്യന് കേവല ജ്ഞാനമോ ആത്യന്തിക സത്യമോ ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയില്ലെന്നും മതം പോലും കേവലം അവൻ്റെ ഊഹം മാത്രമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ ഒരു സംശയവാദം മൈക്കൽ മോണ്ടെയ്ൻ എന്ന നവോത്ഥാന ചിന്തകനെ പിൽക്കാലത്ത് നിഘണ്ടു എഴുത്തുകാരുടെയും യുക്തിവാദികളുടെയും ആചാര്യനാക്കി തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1552 മുതൽ 36 വർഷത്തോളം കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻ്റുകാരും നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ടിരുന്നു, നിരന്തരം സമരത്തിലേർപ്പെട്ടുകൊണ്ടിരുന്നു. ഫ്രാൻസിൽ മോണ്ടെയ്ൻ എന്ത് ചെയ്തു? ഈ സമയത്ത് പ്രബന്ധങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേദന, മരണം എന്നിവയെ എങ്ങനെ നേരിടാമെന്ന് അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങളിൽ ഉപദേശിക്കുന്നുണ്ട്. തത്വചിന്ത നല്ല വിദ്യാഭ്യാസത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ദേശാടനവും ചരിത്രപഠനവും വിദ്യാഭ്യാസത്തിന് പ്രധാനമാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. മനുഷ്യന് കേവല ജ്ഞാനമോ ആത്യന്തിക സത്യമോ ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയില്ലെന്നും മതം പോലും കേവലം അവൻ്റെ ഊഹം മാത്രമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. ഈ സംശയവാദം മൈക്കൽ മോണ്ടെയ്ൻ എന്ന നവോത്ഥാന ചിന്തകനെ പിൽക്കാലത്തെ നിഘണ്ടുകാരന്മാരുടെയും യുക്തിവാദികളുടെയും ആചാര്യനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇംഗ്ലണ്ടിൽ നവോത്ഥാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാർ അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാർ ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഫ്രാൻസിനെ പോലെ ഇംഗ്ലണ്ടിലും നവോത്ഥാനം പ്രകടമായത് ഒരു ദേശീയ സാഹിത്യത്തിൻ്റെ വികാസത്തിലാണ്. ഫ്രാൻസിനെ പോലെ ഇംഗ്ലണ്ടിലും നവോത്ഥാനം പ്രകടമായത് ഒരു ദേശീയ സാഹിത്യത്തിൻ്റെ വികാസത്തിലാണ്, അല്ലാതെ ക്ലാസിക്കുകളുടെ വിവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ അനുകരണത്തിലൂടെയല്ല, പഴയകാല ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളുടെ അനുകരണത്തിലൂടെയല്ല ഫ്രാൻസിലെ പോലെ ഇംഗ്ലണ്ടിലും നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. 1362 ഇംഗ്ലീഷ് ഒരു ഔദ്യോഗിക ഭാഷയായി മാറി. അതിനു മുമ്പ് തന്നെ സാഹിത്യകാരന്മാർ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് ജോഫ്രെ ചോസർ. ഇംഗ്ലീഷ് ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയ പ്രഥമ കവി എന്ന ആദരവിന് അദ്ദേഹം അർഹനാവുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങളെ പ്രയോജനപ്പെടുത്തിയ ആദ്യത്തെ കവി എന്ന് ആരെ അറിയപ്പെടുന്നു? ചോസറിനെ അറിയപ്പെടുന്നു. ഇറ്റലിയിലേക്കും ഫ്രാൻസിലേക്കും നടത്തിയ നിരന്തര യാത്രകൾ കാൻറ്റർബറി കഥകൾ എന്ന കവിതാ ചരിത്ര പരമ്പരകളിലെ കഥാപാത്രങ്ങളെ വൈവിധ്യവുമായുള്ള മനുഷ്യരുടെ രൂപത്തിൽ അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഇറ്റലിക്കാർ നടത്തിയ വൈജ്ഞാനിക തീർത്ഥയാത്ര പോലെ 15-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാരും ഇറ്റലിയിൽ നിന്ന് ക്ലാസിക്കൽ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. യാഥാസ്ഥികമായ ചിന്താഗതിയിൽ നിന്ന് മോചനം നൽകി എന്നുള്ള മഹത്തായ ദൗത്യമാണ് ഗ്രോസിൻ, ലിനഗർ, ലിലി കോൾട്ട്, തോമസ് മൂർ എന്നിവർ ലോകത്തിന് നൽകിയ സംഭാവന. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങളെ പ്രയോജനപ്പെടുത്തിയ ആദ്യത്തെ കവിയായിരുന്നു ചോസർ.
ഇറ്റലിയിലേക്കും ഫ്രാൻസിലേക്കും നടത്തിയ നിരന്തര യാത്രകളിലൂടെ കാൻറ്റർബറി കഥകൾ എന്ന കവിതാ ചരിത്ര പരമ്പര അദ്ദേഹം രചിച്ചു. ഇതിലെ കഥാപാത്രങ്ങളെ വൈചിത്രവും വൈവിധ്യവുമായ മനുഷ്യരുടെ രൂപത്തിലായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഇറ്റലിക്കാർ നടത്തിയ വൈജ്ഞാനിക തീർത്ഥയാത്ര പോലെ 15-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷുകാരും ഇറ്റലിയിൽ നിന്ന് ക്ലാസിക്കൽ കൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ ഇറക്കുമതി ചെയ്തു. യാഥാസ്ഥികത്വത്തിൽ നിന്ന് ചിന്തയ്ക്ക് മോചനമേകി എന്നുള്ളതാണ് ഗ്രോസിന്, ലിനഗർ, ലിലി കോളറ്റ്, സർ തോമസ് മൂർ എന്നിവർ ലോകത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സംഭാവന. ഇനി തോമസ് മൂറിനെ കുറിച്ച് നോക്കാം. 1478 മുതൽ 1535 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 15 വയസ്സിൽ ഓക്സ്ഫോർഡിലെത്തിയ മൂർ ക്ലാസിക്കൽ സാഹിത്യത്തിൽ അഗ്രഗണ്യനായിരുന്നു. 21-ാം വയസ്സിൽ അദ്ദേഹം ഇറാസ്മസിനെ കണ്ടപ്പോൾ മനുഷ്യവാദത്തിൻ്റെ മാന്ത്രിക ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. 1516 എഴുതിയ ഉട്ടോപ്യയിൽ ആ നൂറ്റാണ്ടിനടങ്ങുന്ന ഒരു സ്വരമേ അല്ല ആ ഉട്ടോപ്യയിലെ രചനകളിലുള്ളത്. പുതിയ ലോകത്തെങ്ങോ ഉള്ള ഉട്ടോപ്യ എന്ന സാങ്കല്പിക ദ്വീപിൽ ലളിതമായൊരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ മനുഷ്യരാശിയെ അലട്ടുന്ന മൗലിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നേടിയ മനുഷ്യരെയാണ് അതിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ തോമസ് മൂർ ആദ്യം ഒരു ക്ലാസിക്കൽ ചിന്താഗതിക്കാരനായിരുന്നു. ക്ലാസിക്കൽ സാഹിത്യത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു. എന്നാൽ 21-ാം വയസ്സിൽ അദ്ദേഹം ഇറാസ്മസിനെ കാണുന്നു. മനുഷ്യവാദത്തിൻ്റെ മാന്ത്രിക ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. 1516 ഉട്ടോപ്യ എന്നൊരു കൃതി അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ കൃതിയിൽ ആ കാലഘട്ടത്തെ ആയിരുന്നില്ല അദ്ദേഹം ചിത്രീകരിച്ചത്. ഉട്ടോപ്യ എന്നൊരു സാങ്കല്പിക ദ്വീപിൽ ലളിതമായൊരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ മനുഷ്യരാശിയെ അലട്ടുന്ന എല്ലാ മൗലിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം നേടുന്ന മനുഷ്യരെയാണ് അദ്ദേഹം അതിൽ ചിത്രീകരിക്കുന്നത്. സമ്പത്ത് മുഴുവനും അവിടെ പൊതുമേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൊള്ളയില്ല, ചതിയില്ല. ചൂഷണത്തിൻ്റെ മാധ്യമമായിട്ടുള്ള നാണയവ്യവസ്ഥയുമില്ല. ഇവിടെ ലളിതമായ ഏതാനും നിയമങ്ങളാണ് അവിടെ ജനങ്ങളെ ഭരിക്കുന്നത്. ഏകഭാരിത്വം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, മതസ്വാതന്ത്ര്യം എന്നിവയിൽ കർശന നിലപാട് പുലർത്തുന്ന ഉട്ടോപ്യയിൽ 30 കുടുംബങ്ങൾക്ക് ഒരു വർഗമേധാവിയും 10 വർഗമേധാവികൾക്ക് ഒരു മുഖ്യമേധാവിയും ഒരു മുഖ്യമേധാവിക്ക് ഒരു രാജാവും തിരഞ്ഞെടുക്കുന്ന അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രത്തെയാണ് ഉട്ടോപ്യ എന്നതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത്. അനിവാര്യ സാഹചര്യങ്ങളിൽ നന്മയ്ക്ക് വേണ്ടി യുദ്ധം നടത്തേണ്ടി വന്നേക്കാമെങ്കിലും അതും അവർക്ക് തെറ്റായൊരു കാര്യമാണ്. ഇപ്പോൾ തോമസ് മൂറിനെ കുറിച്ച് പറയുമ്പോൾ 15 വയസ്സിൽ ഓക്സ്ഫോർഡിലെത്തിയ അദ്ദേഹം ക്ലാസിക്കൽ സാഹിത്യത്തിൻ്റെ വക്താവായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് 21-ാമത്തെ വയസ്സിൽ ഇറാസ്മസിനെ കണ്ടു. ഇതോടുകൂടി മനുഷ്യവാദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമായി. 1516 എഴുതിയ അദ്ദേഹത്തിൻ്റെ ഉട്ടോപ്യയിൽ അദ്ദേഹം ആ കാലത്തെക്കുറിച്ചല്ല എഴുതിയത്, മറിച്ച് വരാൻ പോകുന്ന പുതിയൊരു ലോകത്ത് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനുഷ്യരാശിയെ അലട്ടുന്ന മൗലിക പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന, അതിനെല്ലാം പരിഹാരം നേടുന്ന ഒരു കാലത്തെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ സമ്പത്ത് മുഴുവനും അവിടെ പൊതുമേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കള്ളമില്ല, ചതിയില്ല. ചൂഷണത്തിൻ്റെ മാധ്യമമായ നാണയ വ്യവസ്ഥകളും ഇല്ല. അപ്പം ലളിതമായ ഏതാനും നിയമങ്ങളാണ് അവിടെ ജനങ്ങളെ ഭരിക്കുന്നത്. ഏകഭാരിത്വം, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, മതസ്വാതന്ത്ര്യം എന്നിവയിൽ കർശന നിലപാട് പുലർത്തുന്ന ഉട്ടോപ്യ എന്ന ഒരു പ്രദേശത്ത് 30 കുടുംബങ്ങൾക്കൊരു വർഗമേധാവിയും 10 വർഗമേധാവികൾക്കൊരു മുഖ്യമേധാവിയും ഒരു മുഖ്യമേധാവിക്ക് ഒരു രാജാവും തിരഞ്ഞെടുപ്പ് അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും അനിവാര്യ സാഹചര്യങ്ങൾ വന്നാൽ യുദ്ധം നടത്തേണ്ടി വന്നെങ്കിലും അത്തരമുള്ള ഒരു യുദ്ധത്തെ പോലും അവിടെ തെറ്റായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, ഉട്ടോപ്യ എന്ന ഗ്രന്ഥത്തിൽ ചിത്രീകരിക്കുന്നത്. വിനോദത്തിന് വേണ്ടി എഴുതപ്പെട്ടതാണ് ഉട്ടോപ്യ എന്ന് മൂർ തൻ്റെ മുഖവരയിൽ സിദ്ധാന്തിക്കുന്നുണ്ടെങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തൻ്റെ സിദ്ധാന്തങ്ങൾക്കൊരു കരുത്തനായ വക്താവുണ്ടാകുമെന്നോ 20-ാം നൂറ്റാണ്ട് ആ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രം രൂപപ്പെടുന്നുവെന്നോ അദ്ദേഹം കരുതിയിരുന്നില്ല. സ്വരാജ്യത്തെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക വ്യവസ്ഥിതിയെ നിശ്ചിതമായി അദ്ദേഹം വിമർശിച്ച് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഴുമരത്തിലേറേണ്ടി വന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു വിനോദത്തിന് വേണ്ടി എഴുതിയതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ തൻ്റെ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രം രൂപപ്പെടുന്നു. ഈ ഒരു സിദ്ധാന്തം ലോകം മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുമെന്നോ അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥയെ കർശനമായിട്ട് എതിർത്തത് കാരണം അദ്ദേഹത്തിന് കഴിമരത്തിലേറേണ്ടി വന്നു. ഇനി എഡ്മണ്ട് സ്പെൻസറെ കുറിച്ചാണ് പറയാനുള്ളത്. 1552 to 1599 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. പെട്രാർക്കിലൂടെയാണ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളിലൂടെയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇറ്റാലിയൻ സ്വാധീനം ഉണ്ടായിട്ടുള്ളത്. ഹോമറും വെർജിലും ക്ലാസിസവും കാൽപ്പനികത്വവും എല്ലാം സമന്വയിപ്പിക്കുന്നത് സ്പെൻസറിലാണ്. തൻ്റെ ഫെയറി ക്യൂൻ എന്ന കൃതിയിലൂടെ സ്പെൻസർ മാതൃകയായി മാറുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ചിത്രീകരിക്കുന്നത് മധ്യകാല സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള മര്യാദ എന്ന കൺസെപ്റ്റിനെയാണ്. അപ്പോൾ എഡ്മണ്ട് സ്പെൻസർ 1552 to 1599 വരെയാണ്. പെട്രാർക്കിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഗീതങ്ങളിലൂടെയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇറ്റാലിയൻ സ്വാധീനം ഉണ്ടാകുന്നത്. ഹോമറും വെർജിലും ക്ലാസിസവും കാൽപ്പനികത്വവും എല്ലാം സമന്വയിപ്പിക്കുന്നത് സ്പെൻസറിലൂടെയാണ്. അപ്പോൾ ഹോമറിൻ്റെയും വെർജിലിൻ്റെയും ക്ലാസിക്കൽ ചിന്താഗതികളും കാൽപ്പനികത്വവും എല്ലാം ഒരുപോലെ സമന്വയിപ്പിച്ചുള്ള കൃതികളാണ് സ്പെൻസറുടേത്. തൻ്റെ ഫെയറി ക്യൂൻ എന്ന കൃതിയിലൂടെ സ്പെൻസർ മധ്യകാലഘട്ടത്തിലെ മുഖമുദ്രയായിട്ടുള്ള മര്യാദ എന്ന കൺസെപ്റ്റിനെയാണ് അദ്ദേഹം അവിടെ ചിത്രീകരിക്കുന്നത്. ഇനി ക്രിസ്റ്റഫർ മാർലോയെക്കുറിച്ച് നോക്കുമ്പോൾ 1564 മുതൽ 1593 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. എലിസബത്ത് രാജ്ഞിയുടെ കാലത്ത് ഇംഗ്ലീഷ് സാഹിത്യം അതിൻ്റെ വിജയക്കൊടി നാട്ടിയത് നാടകത്തിൻ്റെ രൂപത്തിലാണ്. അതായത് മാർലോയും ഷേക്സ്പിയറും ആ കാലത്ത് പ്രത്യക്ഷപ്പെട്ടെങ്കിലും പൂർണ്ണമായി വിടരും മുമ്പ് മാർലോസ് കൊഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അധികാരമോഹം, ജിജ്ഞാസ, കീർത്തി, ധനതൃഷ്ണ, അവിശ്രാന്തത എന്നിങ്ങനെ നവോത്ഥാനത്തിൻ്റെ മുഖ്യ ഘടകങ്ങളുടെ എല്ലാം രത്ന ചുരുക്കമാണ് 29 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഇംഗ്ലീഷ് നാടകവേദിയെ പിടിച്ചുകുലുക്കിയ മാർലോയുടെ കൃതികൾ എന്ന് പറഞ്ഞാൽ. വില്യം ഷേക്സ്പിയർ 1564 മുതൽ 1614 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മനുഷ്യപ്രകൃതിയുടെ സമസ്ത പ്രേരണകൾക്കും മനുഷ്യവികാസത്തിൻ്റെ സകല ഭാവങ്ങൾക്കും പ്രദർശനശാല ഒരുക്കിയ മഹാവ്യക്തിയാണ് ആര്? ഷേക്സ്പിയർ. വികാര തീവ്രതയും ആഴവും പ്രയോഗ നൈപുണ്യവും സംഗീതാത്മകതയും ആദ്യകാല കൃതികളിൽ പോലും അദ്ദേഹം വിളംബരം ചെയ്യുന്നുണ്ട്. അരങ്ങിനു വേണ്ടി കൃതി എഴുതിയ ഷേക്സ്പിയറുടെ ജീവിത ദർശനം പൂർണ്ണമായിട്ട് വികസിക്കുന്നത് എവിടെയാണ്? ദുരന്ത നാടകങ്ങളിലാണ്. അധികാര തൃഷ്ണയും പ്രതികാരവാജ്ഞയുമുള്ള ജനങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ നന്മയേക്കാൾ ജീവിതത്തെ ബാധിക്കുന്നത് നന്മകളേക്കാൾ തിന്മകളാണെന്ന വീക്ഷണത്തിൽ അദ്ദേഹം തൻ്റെ ഹാംലെറ്റിലൂടെ പറയുന്നുണ്ട്. മാക്ബത്ത്, കിങ് ലിയർ, ഒഥല്ലോ എന്നീ നാടകങ്ങളിലെല്ലാം തന്നെ പറയാനുള്ളത് പ്രതികൂല ഭാവങ്ങളെ ജീവിതത്തിൻ്റെ ശാന്തതയെ ഇല്ലാതെയാക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അഗാധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അദ്ദേഹത്തിൻ്റെ അമാനുഷിക കൃതികൾ ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കൃതികളാണ്. അപ്പോൾ മനുഷ്യപ്രകൃതിയുടെ സമസ്ത പ്രേരണകൾക്കും മനുഷ്യവികാരത്തിൻ്റെ സകല ഭാവങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു ഷേക്സ്പിയർ തൻ്റെ കൃതികൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് ഹാംലെറ്റ്, മാക്ബത്ത്, കിങ് ലിയർ, ഒഥല്ലോ എന്നീ നാടകങ്ങൾ. ഇനി ജോൺ മിൽട്ടനെ കുറിച്ച് നോക്കാം. 1608 മുതൽ 1674 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. മനുഷ്യവാദിയും പ്യൂരിറ്റനുമായിരുന്ന മിൽട്ടൺ രാജാവിൻ്റെ ചെയ്തികൾക്ക് പ്രജകളോടുള്ള ഉത്തരവാദിത്വം പ്രഖ്യാപിച്ച കവിയായിരുന്നു. രാജവാഴ്ചയുടെ പുനഃസ്ഥാപനത്തോടുകൂടി ആശാഭംഗം സംഭവിച്ച ആ രാഷ്ട്രീയ പ്രവർത്തകന് എല്ലാം നഷ്ടപ്പെട്ടെന്ന് ചിന്തിച്ചെങ്കിലും നഷ്ടപ്പെട്ട സ്വർഗം എഴുതി എല്ലാം അദ്ദേഹം നേടുകയാണ് ഉണ്ടായത്. അപ്പോൾ മനുഷ്യവാദിയും പ്യൂരിറ്റനുമായിരുന്നു ആര്? മിൽട്ടന്. അദ്ദേഹം രാജാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രജകളോടുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് എഴുതിയ കവിയാണ്. രാജവാഴ്ചയുടെ പുനഃസ്ഥാപനത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു രാജവാഴ്ചയെ അദ്ദേഹം തെറ്റായ രീതിയിലാണ് എഴുതിയെങ്കിലും വീണ്ടും രാജവാഴ്ച വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് ഭംഗം സംഭവിച്ചു. അപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിലും അദ്ദേഹം
തൻ്റെ കൃതിയിൽ നഷ്ടപ്പെട്ട സ്വർഗം എന്ന കൃതിയിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹം തിരിച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. ക്ലാസിക് രീതിയിൽ എഴുതിയ അവസാനകാല കൃതിയായിട്ടുള്ള സാംസൺ അഗന്നീസ്റ്റനും നഷ്ടബോധത്തിൻ്റെ സന്തതിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിശ്വാസമാണ് മിൽട്ടൻ്റെ പ്രൊട്ടസ്റ്റാനിസം എന്ന് പറഞ്ഞാൽ. ജൂതപ്രവാചകരുടെ ധർമ്മരോക്ഷത്തിൻ്റെ പ്രതിഫലനമാണ് മിൽട്ടൻ്റെ പ്യൂരിറ്റാനിസം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പൗരാണിക ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സ്വാധീനം ശക്തിയുടെ കവിയും മനുഷ്യൻ്റെ ബുദ്ധിപരവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിൻ്റെ കരുത്തനായ വക്താവുമാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യവാദിയും പ്യൂരിറ്റനുമായിരുന്നു ആര്? മിൽട്ടന്. അദ്ദേഹം രാജാവിൻ്റെ ചെയ്തികളെ പ്രജകളോടുള്ള ഉത്തരവാദിത്തമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും 1660 രാജവാഴ്ച പുനഃസ്ഥാപിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് ഭംഗം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം അത് തിരിച്ചു പിടിക്കുന്നത് തൻ്റെ നഷ്ടപ്പെട്ട സ്വർഗം എന്ന കൃതി എഴുതുന്നതിലൂടെയാണ്. ക്ലാസിക് രീതിയിൽ എഴുതിയ അവസാന കൃതിയായിട്ടുള്ള സാംസൺ അഗന്നീസ്റ്റൻ, അതും അദ്ദേഹത്തിൻ്റെ നഷ്ടബോധത്തിൻ്റെ, അതായത് രാജവാഴ്ച വീണ്ടും പുനഃസ്ഥാപിച്ചതിൻ്റെ അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള കൃതിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള വിശ്വാസമാണ് മിൽട്ടൻ്റെ പ്രൊട്ടസ്റ്റാനിസം എന്ന് പറഞ്ഞാൽ. ജൂതപ്രവാചകരുടെ ധർമ്മരോഷത്തിൻ്റെ പ്രതിഫലനമാണ് മിൽട്ടൻ്റെ പ്യൂരിറ്റാനിസം എന്ന് പറഞ്ഞാൽ. പൗരാണിക ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സ്വാധീനം മിൽട്ടനെ ശക്തിയുടെ കവിയായിട്ടും മനുഷ്യൻ്റെ ബുദ്ധിപരവും രാഷ്ട്രീയവുമായ സ്വാതന്ത്ര്യത്തിൻ്റെ കരുത്തനായിട്ടുള്ള വക്താവുമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇനി നവോത്ഥാനം കലയിൽ ഏതെല്ലാം രീതിയിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്, അതിനുവേണ്ടി മുന്നോട്ട് വന്ന കലാകാരന്മാരാരൊക്കെയായിരുന്നു, അവരുടെ സൃഷ്ടികൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് നോക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.